നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് മീൻപിടിപ്പാറയിലാണ് പോകുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലുള്ള മീൻപിടിപ്പാറയിലോട്ട്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിലാണ്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ കാര്യം, കൊല്ലത്തുനിന്ന് വരുന്നവർക്കും ഈ ഹൈവേ ഉപയോഗിക്കാം. കൊല്ലത്തുനിന്ന് വന്ന് കൊട്ടാരക്കര വന്ന് ഇവിടുന്ന് എങ്ങനെയാണ് പോകണമെന്നുള്ള കാര്യം ഞാൻ പറയാം. എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, പോട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വന്ന് ഇപ്പം ആരും വെള്ളത്തിലാണ്. കണ്ടോ, ഇവിടെ ഒരു മീനിൻ്റെ ശില്പം കണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട്. ഇത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ്, പുലമൺ ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് പോകാൻ എല്ലാവർക്കും എളുപ്പം. പുലമൺ ജംഗ്ഷനിൽ നിന്ന് താണ്ട് പോകുമ്പോൾ ഇടത്തോട്ട് കാണുന്ന കോട്ടയം റോഡ്, വലത്തോട്ട് കാണുന്നത് ട്രിവാൻഡ്രം റോഡ്, MC റോഡാണ്. അത് കഴിഞ്ഞ് നേരെ കാണുന്ന പുനലൂർ റോഡ്. ഈ പുനലൂർ റോഡ് വഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കോളേജ് ജംഗ്ഷൻ ഉണ്ട്. ഇതാണ് കോളേജിൻ്റെ കവാടം, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കര. അവിടെ ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് കോളേജിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ എല്ലാം ഇതുണ്ട്, ഈ വഴികാട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ പോകാറാണ്. ആ വഴിയെ കയറി വരുമ്പം കുറച്ച് ഉയരത്തിലാണ്. ആരോട് ചോദിച്ചാലും മതി. അത് മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലും ഒരു നോക്കിയാട്ടെ, ഈ സ്ഥലത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട്. അതാണൊക്കെ എൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്, ആർച്ചും വെച്ചിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് ഇറങ്ങണം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്, മീൻപിടിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയാണ്. സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 200. കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, അതൊക്കെ അനുസരിച്ച് നിങ്ങൾ വരിക. നമുക്ക് ചായ വെള്ളം കുടിക്കാനുള്ള കടകളൊക്കെ ഇതിൽ സെറ്റാണ്. ബാത്റൂം ജെൻസ് ലേഡീസ് ഉണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, ബൈക്ക് പാർക്ക് ചെയ്യാം. പിന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് പോവുക. അങ്ങനെ നമ്മൾ ആ പാർക്കിലോട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. പാർക്കിൽ നമ്മൾ കുറേ മുന്നോട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ബ്രിഡ്ജ് കാണാം. ചെടികൾ നശിപ്പിക്കരുത്, പൂക്കൾ പറിക്കരുത്. ഈ ബ്രിഡ്ജിനകത്തുകൂടി നമുക്ക് കയറി അപ്പുറത്തൊക്കെ പോകണം. അതിലുപരി നമുക്ക് വെള്ളം ചാടി ഒലിക്കുന്നത്. നല്ല മഴയത്തെ ഇത് കണക്കൊരു വെള്ളം നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. കുറേ ഇതങ്ങ് വറ്റിപ്പോകും കുറച്ച് നല്ല ചൂടൊക്കെ ആകുമ്പോൾ. പാലത്തിൽ കയറി നമ്മൾ കാഴ്ചകൾ കണ്ട് അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പുറത്ത് പോകുന്ന വഴിക്ക് നമ്മൾ പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. നല്ല വെള്ളം പതഞ്ഞ് ഒഴുകുകയാണ്. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പം ആ ഒരു വ്യൂ നല്ല രസമാണ് കാണാൻ. പാലത്തിൽ കൂടി നമുക്ക് താഴെ ഇറങ്ങിയാൽ നല്ല ബെഞ്ച്, സിമൻറ്റ് ബെഞ്ചുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിക്കാൻ. നല്ല കാറ്റാണ്. എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ കൊണ്ടുവന്ന് കഴിക്കാൻ. തിരിച്ച് ആ കവറുകളൊക്കെ അങ്ങ് തിരിച്ച് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. പാലത്തിൽ നിന്ന് താഴോട്ട് നമ്മൾ നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒന്ന് കാണാൻ വേണ്ടി വീണ്ടും അടുത്തോട്ട്. പാലരുവിയിൽ വെള്ളം വീട് നടക്കുക, പാല് പോലാണ് വെള്ളം പതഞ്ഞൊഴുകുന്നത്. നല്ല രസമുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഞാൻ പിന്നെ എന്തായാലും പാലത്തിലൊന്ന് കയറി അപ്പുറം ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമുക്കതിൻ്റെ മണ്ടയിൽ കയറി നല്ല വിശാലമായ കാഴ്ചകൾ കാണാം. അതൊക്കെ കണ്ട് ഞങ്ങൾ ഇതിന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ കുട്ടികളുടെ പാർക്കാണ് ഇവിടെ. അത് 2 മാനുകൾ, പുള്ളിമാനാണ്. അത് രണ്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അത് തന്നെ കാണാനൊരു നല്ല രസമാണ്. കാര്യം ഇതിൻ്റെ ജീവനുള്ള കണക്ക് നമുക്ക് തോന്നും. കണ്ടോ, നമ്മളെ നോക്കുന്നത് കണക്ക്. 2 മാനും നമ്മൾ നോക്കുന്നത് കണക്കാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിൽ വെള്ളച്ചാട്ടം കാണുകയും ചെയ്യാം. നല്ലതുപോലെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണ്. തേൻ കുടിക്കുന്ന ഒരു ചിത്രശലഭം. ഞാൻ എന്തായാലും അതങ്ങ് എടുത്തു. ഏത് പൂവാണത്, ഇതിൻ്റെ പേരും മറന്നുപോയി. അത് പോയി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ നടപ്പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം താഴത്തെ ആ ചെറിയ കളകളാമൊഴുകുന്ന അരുവികളുടെ സൗണ്ടും നല്ല
അതുകൊണ്ട് ഇരുന്ന് കാണാൻ പറ്റിയ സീറ്റുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും എല്ലാം കൊണ്ടും നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല തണൽമരങ്ങളുടെ തണുപ്പും പ്രകൃതിദത്തമായ ഓക്സിജനും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാം നല്ല വൈബാണ്. ഈ ഒരു പാത കുറച്ച് മുന്നോട്ടുണ്ട്, കുറേ ദൂരം നമുക്ക് പോകാൻ പറ്റും. കുട്ടികളുടെ പാർക്കാണ് കാണുന്നത്. ആൾക്കാരെല്ലാം ഉണ്ട്. ഇന്നിപ്പം ഞാൻ ഒരു നോർമൽ വർക്കിംഗ് ഡേയിലാണ് പോയേക്കുന്നത്. ശനിയും ഞായറും ആണെങ്കിൽ ഭയങ്കര ആളാണ്. ആ അരുവികളൊക്കെ കണ്ട് ആ മരങ്ങളുടെ ഇടയിൽ ഇത് ഉച്ച സമയമാണ്. ഉച്ച സമയമായിട്ട് പോലും നമുക്കിതിനകത്ത് വെയിലെന്ന് പറയുന്ന സംഭവം വലുതായിട്ടില്ല, ചൂടറിയാനേ ഇല്ല. എന്തോ ഒരു പ്രത്യേക ഒരു ദൈവത്തിൻ്റെ വരദാനം പോലാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പണ്ടിത് വെറുതെ കാർഡ് പിടിച്ച് കിടന്ന സ്ഥലമാണ്, പിന്നാണ് ഇവരേറ്റെടുത്ത് ഇങ്ങനെ. ഏതാണ്ട് ഇത് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കയറി നിൽക്കാനായിട്ടൊരു ചെറിയൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, ഒരു ഷെഡ് പോലെ. അവിടെ നേരത്തെ കസേര ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കാനൊക്കെ നല്ല രസമാണ്. വേണ്ട അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ മനസ്സിന് നല്ല സുഖമാണ്. വളരെ മനോഹരമായ മീൻപിടുപ്പ് പാറയിലോട്ട് എത്തിയേക്കുവാണ്. എന്തെന്നില്ലാത്ത ഫീലാണ്. ഞങ്ങളിപ്പം വന്ന് ഏകദേശം ഉച്ചയ്ക്കാണ്. എന്താ സ്റ്റൈലെന്നറിയാമോ, എന്ത് രസം. തണുപ്പ്, നല്ല തണുപ്പ്. അതുമാത്രമല്ല നല്ലൊരു ഈ അരുവി കണ്ടോ, ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് മനോഹരം കേട്ടോ. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒന്ന് വിശ്രമിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇത്രയും നല്ല വൈബ്. ഇതാ ഓക്കെ, കണ്ടോ ആ പാത കണ്ടോ, അങ്ങ് എൻ്റെ പേരെ നിൽക്കുക. ബാക്കിൽ കണ്ടോ വെള്ളം, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് 20 രൂപയുടെ പാസ്സുണ്ട്. കാരണം ഒരാൾക്ക് ഇതിനകത്ത് കയറുന്നതിന് 20 രൂപയാണ് പാസ്. അപ്പോൾ നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ട് കേട്ട് ഇറങ്ങിപ്പോകാം. അതായത് വൈകിട്ട് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ടൈമുണ്ട്. അതുകൂടാതെ ഇവിടെ കുറേ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളുണ്ട്. പിന്നെ ഇരിക്കാനുള്ള കസേരകളുണ്ട്. കസേരകളെല്ലാം ഇരിക്കാനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കസേരയിലിരുന്ന് പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നമുക്കിങ്ങനെ ഇരിക്കാം. അത്രയ്ക്ക് നല്ല നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, ബാക്കി ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ വന്നങ്ങോട്ട് കയറി വന്നായതേ ഉള്ളൂ. ബാക്കി കൂടി ഞാൻ കാണിക്കാം. ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വന്ന് ഇപ്പം ആരും വെള്ളത്തിൽ ഇറങ്ങരുത്. കാര്യം വെള്ളത്തിന് നല്ല ഒഴുക്കാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ശരിക്കും വെള്ളം വന്ന് മറിയുന്നുണ്ട്. അടിയിൽ പാറയാണ്. കാര്യം കാലും കയ്യെങ്ങാനും തെറ്റി പാറയ്ക്കകത്ത് വീണ് കഴിഞ്ഞാൽ തലയിടിക്കുകയും വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ ബോർഡ് അവർ വെച്ചിട്ടുണ്ട്, ആരും ഇപ്പം വെള്ളത്തിറങ്ങരുത്, കുളിക്കുകയും ചെയ്യരുത്. ഇവിടുന്ന് ഈ പാത ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ട്. അതായത് ഒരു 500 മീറ്ററോളം ഉണ്ട് ഈ പാത. നമുക്ക് ഈ പാതയിൽ കൂടി നടന്ന് പ്രകൃതിയുടെ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കാം. നല്ല രസമാണ്. ഈ പാത ഏകദേശം ഒരു 500 മീറ്ററോളം ഉണ്ട്. അവിടെ എൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കടത്തി വിടത്തില്ല. അവിടെ ഒരു സെക്യൂരിറ്റിയുടെ റൂമും ഒക്കെ ഉണ്ടാവും. എന്തായാലും അതുകൂടി ഒന്ന് കാണിക്കാം. അതുകൊണ്ട് ഇതാണ് ഈ പാതയുടെ എൻഡ്. ഇവിടെ ദാണ്ട് സെക്യൂരിറ്റിയുടെ റൂമുണ്ട്. സെക്യൂരിറ്റി ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇതിനങ്ങോട്ട് ആൾക്കാർക്ക് പ്രവേശനമില്ല. ഇതുവഴി വരാനും പറ്റത്തില്ല. ഇത് കുറച്ച് വീടുകളുണ്ട് അവിടെ, അവർക്ക് പോകാനുള്ള വഴിയാണ്. അപ്പം ഇവിടം വരെ നമുക്ക് അനുമതിയുള്ളൂ. നമ്മൾ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇനി കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോവുകയാണ്.
ഇനി മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങി നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് വന്നതാണ്. ഇവിടെയൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ പറ്റത്തില്ല, കാര്യം അത്രയ്ക്ക് നല്ല ഒഴുക്ക്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ മഴ സമയത്ത് വരുന്നൊരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. നമുക്ക് മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങി നമുക്ക് ഈ മരത്തിനിടയിലൊക്കെ നല്ലപോലെ ഇരിക്കാം. എന്താണ് നോക്കാൻ, നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മീൻപിടുപ്പുകാരുടെ മെയിൻ സ്തൂപം. നമുക്കതിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം, അവിടെ പോയി കാണാം. അതുകൊണ്ട് ഇവിടെ ഒരു മീനിൻ്റെ ശില്പം കണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. തെന്നി വീടല്ല, ഇവിടെയൊക്കെ വെള്ളമാണ് കണ്ടോ. ചെറുതൊന്നും അല്ല, നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറുതാണ് കണ്ട. അതിൻ്റെ ആ ഒരു ഇതറിയണമെങ്കിൽ കണ്ട നല്ല ഒരുപാട് വലുതാ. നോക്കിക്കോ. എന്താണ്, മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന വഴിയാണ്. മുകളിൽ നിന്നേ വരുന്ന വെള്ളമാണ്. ഈ വെള്ളമാണ് വന്നതാണ്ട ഇവിടോട്ട് വന്ന് പരന്നൊഴുകി